ഹലോ ഹായ് നമസ്കാരം, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി വീണ്ടും ഒന്നും കൂടെ ചാർമിനാർ കാണാൻ പോയാലോ എന്ന്. വീണ്ടും ഒന്നും കൂടെ ചാർമിനാർ കാണാൻ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മുന്നേ പോയിട്ടുണ്ടല്ലോ എന്ന്. ശരിയാണ്, ഒരു 10 വർഷം മുന്നേ ഹസ്ബൻഡിന് സെക്കൻഡറാബാദ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചാർമിനാർ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വേറൊരു ഫാമിലിയും കൂടെ കൂടിയിട്ട് ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് 40 രൂപ പോയിന്റിൽ സെക്കൻഡറാബാദ് ഇറങ്ങാം. സെക്കൻഡറാബാദിന് 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചാർമിനാർ ഇറങ്ങാം. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു 100 മീറ്റർ അകലത്തിലായിട്ട് നമ്മുടെ ബസ് നിർത്തി. അപ്പോഴേക്കും വിളി വന്നു കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്, അത് വിശപ്പിൻ്റെ വിളിയായിരുന്നേ. പിന്നെ നമ്മൾ നേരെ പോയത് പിസ്ത ഹൗസിലേക്കായിരുന്നു. പതിവ് പോലെ തന്നെ മെനു കാർഡ് ഫുൾ അരിച്ച് പെറുക്കിയതിന് ശേഷം ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും സ്വർണ്ണത്തളികയിൽ ആവി പറക്കുന്ന 2 ദം ബിരിയാണി എത്തി കേട്ടോ. 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. പീസൊക്കെ നല്ല വലിപ്പമുള്ള പീസാണ്. പിന്നെ കുറച്ച് എരിവ്, നമ്മളധികം എരിവ് കൂട്ടാത്ത ആൾക്കാരായിട്ട് കുറച്ച് എരിവിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എരിവിൻ്റെ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ഒരു പ്ലേറ്റിന് 340 രൂപയാണ് വിലയെ. അങ്ങനെ ബിരിയാണി അകത്താക്കിയ ശേഷം നമ്മൾ ചാർമിനാർ ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ നടന്ന് ചാർമിനാർ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. കുറച്ച് ദൂരെ നിന്ന് വീഡിയോസ് എടുത്താലേ നമുക്ക് ചാർമിനാർ ഫുള്ളായിട്ട് കിട്ടുള്ളേ. 10 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ട ചാർമിനാറും ഇപ്പോൾ ഞാൻ കാണുന്ന ചാർമിനാറും നമ്മൾ എന്ത് വ്യത്യാസമുള്ളത്? ചാർമിനാറിന് എന്ത് വ്യത്യാസം ഉണ്ടാവാനല്ലേ? അതങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് പെയിൻറ്റ് കൂടുതൽ അടിച്ചിട്ടുണ്ടാവും. അതല്ലാതെ ചാർമിനാറിന് എന്ത് മാറ്റം ഉണ്ടാവാനല്ലേ? ആകെ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലും പരിസര പ്രദേശങ്ങളിലും ഫുള്ള് കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് വെച്ച് വിപണി കടകളാണ്. ചെറിയ ചെറിയ ഉന്തുവണ്ടികളിലും കുടക്കീഴിലും ഒക്കെ ആയിട്ട് നിരവധി കടകൾ. അതിലിരിക്കുന്ന സാധനങ്ങൾ കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് ആൾക്കാരുടെ ഒരു വലിയ ബഹളം തന്നെയാണ്. ഇത് കണ്ടോ, സ്വർണ്ണമാലയൊക്കെ തൂങ്ങിക്കളിക്കുകയാണ്. ഞാൻ അതിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ കണ്ടു. 100 രൂപയ്ക്ക് 4 എണ്ണം പറഞ്ഞു. നമ്മൾ വില പേശി 100 രൂപയ്ക്ക് 6 എണ്ണം മേടിച്ചു. കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. പക്ഷേ വിലയ്ക്ക് വലിയ കുറവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആകാശത്തിലൂടെ ഹെലികോപ്റ്റർ പറത്തി കളിക്കുന്ന ചേട്ടൻ്റെ പുറകെയായിരുന്നു മോന്. കരച്ചിലിൻ്റെ ശക്തി കൂടിയപ്പോൾ ഒരെണ്ണം വാങ്ങി. അദ്ദേഹം അത് ഫിറ്റ് ചെയ്ത് പറത്തിയൊക്കെ കാണിച്ചു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മളത് പറത്തി കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു ഭൂമിയിൽ 100 രൂപ വെള്ളത്തിൽ. അത് ഹെലികോപ്റ്ററിൻ്റെ കുഴപ്പമാണോ പറത്തിയതിൻ്റെ കുഴപ്പമാണോ എന്ന് ഒരു പിടിയില്ല. ഏതായാലും ഹെലികോപ്റ്റർ ഇതുവരെയും ആകാശം കണ്ടിട്ടില്ല. ഒരു സൈഡിൽ ഫുള്ള് ഫുഡ് സ്റ്റാളുകളുടെ നീണ്ട നിര, മറ്റു സൈഡിൽ കരകൗശല വസ്തുക്കൾ, ബാഗ്, ചെരുപ്പ്, അങ്ങനെയുള്ള കടകളുടെ നീണ്ട നിര. എനിക്കൊരു സംശയം, ആൾക്കാർ ചാർമിനാർ കാണാൻ വന്നതാണോ അതോ ഷോപ്പിങ്ങിന് വന്നതാണോ എന്ന്. കാരണം ചാർമിനാറിനേക്കാളും കൂടുതൽ തിരക്കുള്ളത് ഈ കടകളിലാണ്. അങ്ങനെ നടന്ന് ചാർമിനാറിൻ്റെ തൊട്ടടുത്തെത്തി കേട്ടോ. അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വീണ്ടും എടുത്തു. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അവിടെ എല്ലാം ഒരു പണി കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ചാർമിനാർ കാണാൻ പോയ ദിവസം അവിടെ ഹനുമാൻ ജയന്തി അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റിവൽ ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ചാർമിനാറിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. ഉള്ളിൽ കയറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് 2 കാലുകൾക്കുള്ളിൽ കൂടി ചെറിയ സ്റ്റെപ്പുണ്ട്. ഇങ്ങനെ വളഞ്ഞു പോകുന്ന കുഞ്ഞ് സ്റ്റെപ്പാണ്. അതിനുള്ളിലൂടെ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പൺ സ്പേസാണ്. അത് കഴിഞ്ഞ് മറ്റ് 2 കാലുകളിൽ കൂടി താഴോട്ട് ഇറങ്ങി വരാം. മുട്ടിന് വേദനയുള്ളവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കുഞ്ഞു സ്റ്റെപ്പായതുകൊണ്ട് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ 10 വർഷം മുന്നേ ഇവിടേക്ക് വന്ന സമയത്ത് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. എന്നാലും ഇപ്രാവശ്യം ഇവിടെ വരെ വന്നപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ കാണുന്നത് നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ. ചാർമിനാറിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ നിരവധി കടകളാണുള്ളത്. പല വർണ്ണങ്ങളിലുള്ള കുപ്പിവളകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, അങ്ങനെ നീണ്ടുപോകുന്ന കടകളുടെ നിരകൾ. ഇത് ചാർമിനാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ബാക്ക് സൈഡും ഫ്രണ്ടൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉള്ളത്. ചെരുപ്പുകൾക്കൊക്കെ കുറച്ച് വിലക്കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. മോന് നമ്മളൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. തുണിക്കടകളുടെയും ഒരു വലിയ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. പക്ഷേ ഒരുവിധം എല്ലായിടത്തും ഫിക്സഡ് റേറ്റാണ് എഴുതിയിരുന്നത്. നമ്മളതുകൊണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ സെക്കൻഡറാബാദ് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ ഒരു ബസാറുണ്ട്, പാലിക ബജാർ. അവിടെയാണെന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വിലക്കുറവും ഉണ്ട്, നല്ല സാധനവും കിട്ടാറുണ്ട്. ഇങ്ങനത്തെ പൂക്കളുള്ള പാത്രങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അങ്ങനെ തപ്പി നടന്ന വാഴയിലയുടെ ഡിസൈനുള്ള 2-3 പ്ലേറ്റ് മേടിച്ചു. അങ്ങനെ അതിലെല്ലാം കുറച്ച് സമയം കറങ്ങി നടന്നതിന് ശേഷം ചാർമിനാറിനോട് യാത്രയും പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ള ചാർമിനാർ വിശേഷങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്